ഉന്മേഷ അല്പസമയത്തിനകം ആലുൻ ഷെറിൻ എബ്രഹാമിൻ്റെ ഭൗതികദേഹം സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകി യാത്രയാക്കാനായിട്ട് പള്ളിക്ക് പുറത്തേക്ക് കൊണ്ടുവരും. സാധാരണ നിലയിൽ നിശ്ചയിച്ചതിനേക്കാളും ഒരുപാട് സമയം നീണ്ടുപോകുന്നുണ്ട്. പക്ഷേ അതൊന്നും ആർക്കും യാതൊരു വിധത്തിലുള്ള പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കുന്നില്ല. കാരണം ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇന്നുകൂടിയേ കാണാൻ കഴിയുകയുള്ളൂ. നിത്യതയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒടുവിലത്തെ യാത്രയാണ്. തിരിച്ചു വരാൻ കഴിയാത്ത ലോകത്തേക്ക് അത് യാത്രയാവുകയാണ്. ഒരു മനുഷ്യനെ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ എത്ര കാലം വേണമെങ്കിലും കാണാം. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് പോവുകയാണ്. വേണ്ട എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാന നേതൃത്വം ഗവൺമെൻറ് ഇടപെട്ട് തന്നെ ചെയ്തു എന്ന് രാത്രിയിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കി ഞങ്ങളുടെ കയ്യിൽ എത്തിച്ചു. പിറ്റേ ദിവസം രാവിലെ മുറ്റം നിറയെ ചാനൽ പ്രവർത്തകരും മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ ഞങ്ങളോട് ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് ദുഃഖമില്ലേ? ഞാൻ അവരോട് പറഞ്ഞത്, ദുഃഖമുണ്ട്, പക്ഷെ എൻ്റെ മക്കളുടെ തീരുമാനത്തിനൊപ്പം നിന്നതിലുള്ള സന്തോഷമാണ്. ഞങ്ങളുടെ കുഞ്ഞു പോയി 5 മക്കൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുമാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അച്ഛനിവിടെ സൂചിപ്പിച്ചു, ഞാൻ നന്ദി പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. അച്ഛനോട് ഇന്നലെ ഞാൻ പറഞ്ഞു, നന്ദി പറയുന്നില്ല. നന്ദി ഞാനല്ല പറയേണ്ടത്, ഞങ്ങളല്ല പറയേണ്ടത്. വേറൊരു കോണ്ടക്സ്റ്റിലാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഒട്ടനവധി സമ്മർദ്ദങ്ങൾ വന്നു. നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രം നന്ദി പറയണമെന്ന് ഞാൻ ഒന്നുകൂടി ആലോചിച്ചു. നന്ദി പറയുന്നില്ല എന്നുള്ള തീരുമാനമെടുത്തത് മകനുമായിട്ടുള്ള ആലോചനയിലാണ്. അവൻ എന്നോട് ചോദിച്ചു, നന്ദി പറയണോ? ആരെയും വിട്ടുപോകും എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അതിൻ്റെ ആശയം എനിക്ക് പിടികിട്ടി, ഞങ്ങൾക്ക് പിടികിട്ടി. ഞങ്ങളോടൊപ്പം ആലിൻ പിരിയാത്ത മുട്ടിനകത്താണ് ഇവിടെ കിടക്കുന്നത്. പിരിയാത്ത മുട്ട്. ഞങ്ങളോടൊപ്പം 20 മാസം ഉണ്ടായിരുന്നു. 10 മാസം ഉദരത്തിലും 10 മാസം പുറത്തും. പക്ഷേ തീരുമാനമെടുത്തു കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ സഹായ സഹകരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ആവശ്യമായ ദൗത്യമാണ് ഞങ്ങളുടെ കുഞ്ഞ് നിർവഹിച്ചതെന്ന് ഞങ്ങൾ കരുതുന്നു. ഉരുവായത് മുതൽ അവളിൽ നിക്ഷിപ്തമായിരുന്നത് ഇതായിരുന്നു. അത് ഇവിടെ സാധ്യമായി. അവളത് സാധ്യമാക്കിയതുകൊണ്ട് നന്ദി പറയാൻ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞു തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോടും വ്യക്തിപരമായി നന്ദി പറയുന്നില്ല എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. മകന് ഒരു നന്ദി ആരോടും പറയണ്ട, കുഞ്ഞ് നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഒട്ടനവധി ചിന്തകൾ മനസ്സിൽ വന്നു. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെട്ടെ എന്നാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. പക്ഷേ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവം ഉപയോഗപ്പെടുത്തി എന്നാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. ഇവിടെ ആരോടൊക്കെ നന്ദി പറയണം എന്ന് ചിന്ത വന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പ്രതിനിധിയായ ബഹുമാന്യ സുരേഷ് ഗോപി സാർ ഉൾപ്പെടെ ഇവിടെ പങ്കെടുക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ് പ്രതിനിധിയായി CM പല പ്രാവശ്യം വിളിച്ചു. മന്ത്രിസഭയിലെ ആൾക്കാരൊക്കെ തന്നെ വിളിച്ചു, പങ്കെടുത്തു. മതമേലധ്യക്ഷന്മാർ പങ്കെടുത്തു. വൈദികര്, ഇടവക ജനങ്ങൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, സ്നേഹിതർ, ഇവരോടൊക്കെ കുഞ്ഞിന് നന്ദിയുണ്ട് എന്ന് മാത്രം ഞാൻ പറയുന്നു. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നത് നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന്. നിർത്തുന്നു. നന്ദി. ഒരു കുരുന്ന് പോയപ്പോൾ 5 കുരുന്നുകളെ ആ കുടുംബത്തിലേക്ക് കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരമൊരു തീരുമാനം എടുത്തപ്പോൾ കുടുംബത്തിന് വിഷമം ഉണ്ടായിരുന്നില്ലേ എന്ന് ആളുകൾ ചോദിച്ചു. അതിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു ജീവൻ പോയപ്പോൾ
5 കുരുന്നുകൾ തങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നാട് എങ്ങനെയാണ് ആ കുരുന്നിനെ കണ്ടത്, അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള കുടുംബത്തിൻ്റെ തീരുമാനത്തിനൊപ്പം നിന്നത്, എങ്ങനെയാണ് നാട് അവരെ ചേർത്ത് പിടിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.